ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് കർക്കിടക മാസം 26-ാം തീയതി, അതായത് 2016 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് 21 നാഴിക ചോതിയും ബാക്കി വിശാഖവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ, പലരുടെയും പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വെളിച്ചം കൊണ്ടു കൊടുക്കുന്ന, നമുക്കൊക്കെ ഏറെ ബഹുമാന്യനായ ഡോക്ടർ കുടമല ശർമാജി. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇടവരാശിയെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മിഥുനരാശിയിലേക്കായിരിക്കുമല്ലോ. അതെ, ഇടവം കഴിഞ്ഞ മിഥുനരാശി, മകയിരം, ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർതം 3/4 ഭാഗം അടങ്ങുന്ന 2 നക്ഷത്രം. മിഥുനരാശി, മിഥുനരാശിക്കാർക്ക് ഒരു വർഷമായിട്ട് വ്യാഴം 3-ാം ഭാവത്തിലും ശനി 6-ാം ഭാവത്തിലും നിന്ന് ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. 2015 ആഗസ്റ്റ് മാസം മുതൽ മാതുല സഹോദരാദി ദുഃഖവും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, ഗുരുജനങ്ങൾ എന്നിവരാൽ ദുഃഖവും, മരണവാർത്തയോ വില കൊള്ളേണ്ടതായ രംഗങ്ങളോ അവസരങ്ങളോ, മാനാഭിമാനം പോകുന്ന സംഭവ വികാസങ്ങളോ, മകൻ്റെ ദുഃഖം, മകളുടെ ദുഃഖം, മരുമകൻ്റെ ദുഃഖം, മരുമകളുടെ ദുഃഖം, പ്രായം ചെന്നവർക്കാണെങ്കിൽ മക്കൾ, കുറേ കൂടെ പ്രായം ചെന്നവർക്കാണെങ്കിൽ മക്കളുടെ മക്കൾ, മരുമക്കൾ എന്നിവരാലും മാനസിക പ്രയാസം, മനോവേദന, മരണവാർത്ത, മാനാഭിമാന പ്രശ്നങ്ങൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ആദിവ്യാധി മഹാഭയം, ഇവയെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കവേ 2016 ആഗസ്റ്റ് 11 കഴിഞ്ഞപ്പോൾ പ്രസ്തുത മനോദുഃഖങ്ങൾക്കും മനോവ്യാധികൾക്കും അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മക്കളാലുള്ള പ്രയാസങ്ങൾക്കും മാതാപിതാക്കളാൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്കും എല്ലാത്തിലും ഒരു അഹതി വന്ന് ദുഃഖങ്ങളിൽ നിന്ന് മോചനവും സഹായഹസ്തങ്ങൾ നാനാവഴികളിൽ തേടി വരികയും സഹായികളും അനുകൂലികളും വർദ്ധിച്ചു വരികയും ഒരു കിടപ്പാടമോ ഗൃഹം പരിഷ്കരിക്കുകയോ ഗൃഹവസ്തു വാഹനം കരസ്ഥമാക്കാനോ അധീനതയെ വരുവാനോ വാങ്ങുവാനോ സ്വന്തം പേരിലേക്ക് ലയിക്കുവാനോ ഉള്ള ഒരു യോഗവും 2016 ആഗസ്റ്റ് മാസം മധ്യം മുതൽ 2017 ആഗസ്റ്റ് മാസം വരെ ഈ യോഗങ്ങൾ തെളിയുകയാണ്. വളരെ കാലങ്ങളായിട്ട് വിദേശ സംബന്ധമായ ജോലിക്കോ അതുപോലെ തന്നെ വിദേശ പര്യടനത്തിന് വേണ്ടിയോ വിദേശ ഗമനത്തിന് വേണ്ടിയോ പരിശ്രമിച്ച് പണവും സമയവും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇരുന്നവർക്ക് അവർക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള ഒരവസരം. നമുക്കറിയാം, വൈദേശങ്ങളിലെ ജോലികൾ, അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും മറ്റൊരു വൈദേശികപരമായിട്ടുള്ള ഒരു സ്ഥാനം ജനങ്ങൾക്ക് കിട്ടാൻ ഉള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. ജ്യോതിശാസ്ത്രപരമായിട്ട് ഒരു വൈദേശിക സ്ഥലങ്ങളുടെ വരുമാനങ്ങൾ കുറഞ്ഞാൽ അടുത്ത വൈദേശിക സ്ഥലങ്ങൾ മനുഷ്യന് ജീവിക്കണ്ടേ? ദൈവം അതിന് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ഉപജീവന സൗകര്യങ്ങളൊക്കെ വ്യാപിക്കും, വർദ്ധിപ്പിക്കും, വളരും, വികസിക്കും. അതിനുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടുപിടിക്കും, ഉണ്ടാകും. അവ കൊണ്ട് ജീവിക്കാനുള്ള ഇടവരും. ഏതായിരുന്നാലും വിദേശ ഗമനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും, വീട് വെക്കാനും മോടി പിടിപ്പിക്കുവാനും മറ്റുള്ള എക്സ്റ്റൻഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും, ലോൺ മുതലായവ പ്രതീക്ഷിക്കുന്നവർക്ക് തടസ്സപ്പെട്ട് കിടന്നത് നേടിയെടുക്കുവാനുള്ള യോഗവും, കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച് ഉപേക്ഷിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരാനുള്ള യോഗങ്ങളും പതുക്കെ പതുക്കെ സൂര്യോദയം പോലെ തെളിഞ്ഞു വന്നിരിക്കുന്നു. ആഗസ്റ്റ് മാസം മധ്യം മുതൽ ഒരു വർഷത്തേക്കിന് വാഹനം, വളരെ കാലമായിട്ടൊരു വാഹനം വാങ്ങണം എന്ന് മോഹിക്കുന്നവർക്ക് വാഹനാദി യോഗവും, അതുപോലെ തന്നെ പുതിയ ഭരണ രംഗത്തേക്ക് കടക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അധികാരലബ്ധിയും സ്ഥാനലബ്ധിയും ലഭിക്കുന്ന കാലം. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ തുടങ്ങാം.
ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്ഥിര ഉദ്യോഗം ലഭിക്കാനുള്ള ഒരു സാധ്യതയും ഈ രാശിക്കാർക്ക് തെളിയുന്നുണ്ട്. കുടുംബസ്ഥർക്ക് മനസ്സമാധാനവും സന്തോഷവും തേടിയെത്തുന്ന കാലം. നവദമ്പതികൾക്ക് പുതുഗ്രഹലബ്ധി. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളോ മറ്റെന്തെങ്കിലും കടയോ ബിസിനസ്സുകളോ സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിന് വേണ്ടുന്ന ഒരു സഹായങ്ങളും കൂട്ടു ബിസിനസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങളും തെളിഞ്ഞു വരുന്നൊരു കാലം. പൊതുവെ മിഥുന രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടിയിരിക്കുകയും ചെയ്യും. 2017 ആഗസ്റ്റ് മാസം മുതൽ ഈ രാശിക്കാർക്ക് അതിപ്രധാനമായ ചില ബഹുരമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം